ഹായ് ഫ്രണ്ട്സ്, ടോപ്സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫുട്ബോൾ മാച്ച് ഡേയുടെ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ടോപ്സ്ക്രൈബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിലൊരു ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. പേജിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചസിലും അതേപോലെ ഹൈറ്റ് 7 ഇഞ്ചസുമാണ്. അതുപോലെ റെസൊല്യൂഷന് 300ഉം RGB കളർ മോഡിലുള്ള ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ടെക്സ്റ്റൊക്കെ ഞാനിവിടെ വരമൊഴി എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ച് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടുകൾ ഏതാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. കാരണം ഫൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫൗണ്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫൗണ്ടുകൾ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കും. ഞാനിവിടെ റെക്ടാങ്കുലർ മാർക്കറ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഏകദേശം ഈ വലിപ്പത്തിലുള്ള ഒരു ബോക്സാണ് ഞാൻ വരയ്ക്കുന്നത്. ദെൻ അത് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിന് മുകളിലൊരു ന്യൂ ലെയർ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഈ ബ്ലാക്കിനെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ടിടാണ്. അതിനായിട്ട് കൺട്രോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷന് ബട്ടൺ നോക്കിയാൽ അവിടെ ബ്ലാക്ക് കളർ വരും. ഇനി കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സെലക്ഷന് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ 100 എന്നുള്ളത് ഒരു 60 എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുകയാണ്. 60ൽ യൂസ് ചെയ്യാണ്. ഇനി ഇതിലേക്കുള്ള ടെക്സ്റ്റുകളൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ആദ്യം ABC ക്ലബ്ബ് മലപ്പുറം ഉള്ള അത് ഞാൻ ടെക്സ്റ്റിൻ്റെ ഒരു ഇത് കുറച്ചിട്ട് ഇതിനുള്ളിലേക്കാക്കിയിട്ടുണ്ട് ഏകദേശം. അതേപോലെ തന്നെ ഇനി ഇതിലേക്കുള്ള ലോഗോ നമുക്ക് കൊണ്ടുവരാം. ഞാൻ കൺട്രോൾ O നോക്കിയിട്ട് ഇതിലേക്കുള്ള ക്ലബിൻ്റെ ലോഗോ കൊണ്ടുവരികയാണ്. ഞാൻ ഈ ടെക്സ്റ്റൊക്കെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഈ രീതിയിൽ നമുക്ക് ലോഗോ സെറ്റ് ചെയ്യാം. ടെക്സ്റ്റ് അതിനനുസരിച്ച് ക്രമീകരിച്ച് വെക്കുക. അതുപോലെ തന്നെ അതിന് ഞാൻ വൈറ്റ് കളറാക്കുകയാണ്. അതിൻ്റെ കളറ് വൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ ഈ സംഘടിപ്പിക്കുന്ന എന്നുള്ളതും ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളറും ഞാൻ വൈറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇവിടെ 5ാമത് സെവൻസ് ഫുട്ബോൾ എന്നുള്ളത് അതിൻ്റെ അടിയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നുള്ളൊരു ടെക്സ്റ്റ് വേണം. അതിന് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടൈപ്പോഗ്രഫിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു PNG ഫയലായിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഈ ഇമേജിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പോഗ്രഫീസും ഇമേജസൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലൊരു സിപ്പ് ഫയലായിട്ട് കൊടുക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇവിടെ ടൂർണമെൻറ്റ് എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നു. അതേപോലെ ഫുട്ബോൾ നമുക്ക് കൊണ്ടുവരാം. ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ 5ാമത് സെവൻസ് ഫുട്ബോൾ എന്നുള്ളത് നമുക്കൊന്ന് ആർച്ച് മോഡലിലാക്കുക. അതിനായിട്ട് നമ്മുടെ ഈ ഇമേജ് എടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്താൽ ഇവിടെ നമുക്കൊരു ചിഹ്നം കാണാൻ കഴിയും. മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർച്ച് എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ ഈ വാർപ്പ് ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ ആർച്ച് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 50 ഉള്ളതൊരു 27 എന്നുള്ളത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ ടെക്സ്റ്റ് ചെരിഞ്ഞ് വന്നായിട്ട് കാണാൻ കഴിയും. പിന്നെ ആർച്ച് മോഡലിൽ വരും. ഞാനിവിടെ നിന്ന് കുറച്ച് ചെരിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാണ്. അതിൻ്റെ കളറ് നമുക്കൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറ്റാം. ചോറിൻ്റെ വരുന്ന രീതിയിലുള്ളൊരു യെല്ലോയിലേക്ക് മാറ്റാം. ഇനി ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നുള്ളത് ഇതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഈ 2 ലെയറത്തെ ഇതാണ് നമുക്ക് കളറാണ് മാറ്റേണ്ടത്. അതായത് ഈ ഫസ്റ്റ് ഫുട്ബോൾ എന്നുള്ള ലെയർ സെലക്ട് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ഒക്കെ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് അതിൽ ലെയർ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസിലേക്ക് പോവാം. അതിൽ ഗ്രേഡിയൻറ്റ് ഓവർലേ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രേഡിയൻറ്റ് കളർ നൽകാം. ഏകദേശം ഞാനിവിടെ ഈ ഒരു
ഈ മഞ്ഞ വരുന്ന രീതിയിലുള്ള കളറാണ് നൽകുന്നത്. ദെൻ അതേപോലെ തന്നെ നമുക്കതിന് സ്ട്രോക്ക് കൊടുക്കാം. ബ്ലാക്കിലുള്ള സ്ട്രോക്ക് തന്നെ ഏകദേശം ഒരു ടണ്ണൽ കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ടൂർണമെൻറ്റിനും നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. ഗ്രേഡിയൻ്റ് മുകളിൽ പോയിട്ട് സെയിം കളർ തന്നെ ഞാൻ യൂസ് ചെയ്യാണ്. അതേപോലെ സ്ട്രോക്കും ടണ്ണൽ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിത് കളർ മോഡ് വേണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രേഡിയൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗ്രേഡിയൻറ്റ് ഒഴിവാക്കിയിട്ട് കളർ മോഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. കളർ മോഡ് ആണെങ്കിൽ നമുക്കതിൽ യെല്ലോ കളർ യൂസ് ചെയ്താലും കുറച്ച് നന്നായിരിക്കും. യെല്ലോ കളർ ആണെങ്കിൽ അങ്ങനെ യെല്ലോ കളർ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ നമ്മുടെ റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. അതിലേക്ക് നമുക്ക് വൈറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പോയിട്ട് ഞാൻ ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വൈറ്റ് കളറാക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറാക്കിയിട്ട് നമുക്ക് ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷന് നിൽക്കുക. ദെൻ കൺട്രോൾ ഡി നക്കി നമുക്ക് സെലക്ഷൻ കളയാം. അതേപോലെ തന്നെ നമുക്ക് ഇറൈസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒഴിവാക്കി കളയാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഇറൈസർ ഇവിടെ ഒന്ന് മായ്ച്ച് കളയാണ്. ടെക്സ്റ്റിൻ്റെ വലിപ്പം ഒന്ന് മാറ്റിയിട്ട് ഈ രീതിയിലേക്കാക്കിയിട്ട് ഇവിടെ ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ ഈ കിക്ക് ഓഫ് ഉള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ഇനി ഈ ടെക്സ്റ്റ് നമുക്ക് ഈ സൈഡിലേക്ക് ചെരിച്ചിട്ട് പ്ലേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് ലെയറും സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇത് നമ്മൾ ചെരിച്ച് വെക്കുകയാണ്. ദെൻ ഷിഫ്റ്റ് ആക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ ചെരിച്ചിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വിന്നേഴ്സ് പ്രൈസ് മണി, റണ്ണേഴ്സ് പ്രൈസ് മണി, വിന്നേഴ്സ് ട്രോഫി, റണ്ണേഴ്സ് ട്രോഫി, ഈ കാര്യങ്ങളൊക്കെ ആരാ തന്നിട്ടുള്ളത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആദ്യം യൂസ് ചെയ്ത റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കാം. ഏകദേശം ഈ രീതിയിലുള്ള ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അതിലേക്ക് ഞാൻ വൈറ്റ് കളർ ആഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാൻ കൺട്രോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ കൺട്രോൾ ഡി നോക്കി ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാം. ഇനി ന്യൂ ലെയർ എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കുലർ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ വരയ്ക്കുകയാണ്. ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഒരു റെക്റ്റാങ്കുലർ വരയ്ക്കുകയാണ്. അതുപോലെ അതിലേക്കുള്ള കളർ ഇവിടെ ഫില്ല് എന്നുള്ള ഓപ്ഷന് മുകളിൽ ഫില്ല് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിലേക്കൊരു പിങ്ക് കളർ ആഡ് ചെയ്യണം. ഇനി ഈ രണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഏകദേശം ഈ രൂപത്തിൽ ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 4ഓളം ബോക്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടിൻ്റെയും കോപ്പി ഓരോന്ന് എടുക്കുകയാണ്. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ നോക്കിയാൽ നമുക്കിതിൻ്റെ ഓരോ കോപ്പിയും കൂടി കിട്ടും. അത് നമുക്കിവിടെ എടുത്തിട്ട് ഇപ്പുറത്തിലേക്ക് കുറച്ച് ഇപ്പുറത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കൺട്രോൾ ജെ ഒന്നുകൂടി നോക്കിയിട്ട് അത് നമുക്ക് വീണ്ടും ഒന്ന് നെക്സ്റ്റ് ഇപ്പുറത്തൊന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ ജെ നോക്കി 4 അതേപോലെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ ലെയർ മുഴുവൻ സെലക്ട് ചെയ്യാണ്. ഇവിടുന്ന് മുതൽ ഈ ബോക്സ് 4 വരെ 6 ലെയർ 6 വരെ ഉള്ളത്, അതായത് മുകളിലത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് നോക്കി താഴെയുള്ള ലെയർ സെലക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഓട്ടോമാറ്റിക് സെലക്ട് ആവും. ദെൻ ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറക്കാം. ഏകദേശം ഈ ബോക്സിൽ കൊള്ളുന്ന രീതിയിൽ തന്നെ കുറച്ച് വെക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള വിന്നേഴ്സ് ട്രോഫി അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് കുറക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലെയറുകളും ആ ടെക്സ്റ്റിൻ്റെ ലെയറുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറയ്ക്കുകയാണ്. എല്ലാം ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ടെക്സ്റ്റ് കളറ് ഞാനിവിടെ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് മാറ്റാണ്. ഓക്കെ.
അതുപോലെ ഇത് കുറച്ച് താഴത്തേക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് താഴേക്ക് ഇതാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 2 ലെയർ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ വൈറ്റ് ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. 5 ലെയർ 5 ആണത്. അതേപോലെ കിക്ക് ഓഫ് 5 എന്നുള്ള ഒരു ലെയർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നെ 5ാമത് ഫുട്ബോൾ 7 എന്നുള്ള ആ ലെയറും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഇത്ര കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ഒന്ന് താഴേക്കുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. പിന്നീട് ഒന്നുകൂടി ഇത് ടെക്സ്റ്റ് ഒന്നുകൂടി വലുതാക്കാണ്. ഇനി ഇത്ര കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കുള്ള പരസ്യങ്ങൾ കൊണ്ടുവരണം. അതിനായിട്ട് ആരാണോ റണ്ണേഴ്സ് നൽകുന്നത് അവരുടെ കാര്യങ്ങൾ ഇതിൽ കൊടുക്കണം. ഞാനിവിടെ കൺട്രോൾ O നോക്കിയിട്ട് ഇവിടെ നമുക്ക് പരസ്യം കിട്ടിയതൊക്കെ ഞാനിവിടെ 4 പരസ്യങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഞാനത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇത്ര പരസ്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ആരാണോ, ഇപ്പോൾ ഗസാലിയാണ് റണ്ണേഴ്സ് എന്നുണ്ടെങ്കിൽ റണ്ണേഴ്സിൽ അവരെ കൊണ്ടുവന്നിട്ട് ഗസാലിയനെ പ്ലേസ് ചെയ്യുക. അത് അവരുടെ ലെയറിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. നമുക്കത് മാറ്റി വെക്കാം. ആദ്യം ഇതിലേക്ക് കൊള്ളുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇത് ആ ലെയറിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഇതവിടെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇങ്ങനെ പരസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഇതിനുള്ള ബോക്സുകൾ വരച്ചു കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഏറ്റവും താഴെ തന്നെയാണ് നമ്മൾ വരേണ്ടത്. ഈ 5th മുകളിൽ നമുക്ക് ഒരു ന്യൂ ലെയർ ഇട്ടിട്ട് ഈ ന്യൂ ലെയർ ഇട്ടിട്ട് ഓട്ടോമാറ്റിക് വരും. നമ്മൾ റെക്റ്റാങ്കുലർ ടൂൾ വെച്ചിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ലെയർ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 2ൻ്റെ കളറ് ഒന്ന് ആദ്യം നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കളറിലേക്ക് മാറ്റി കൊടുക്കാം. ദെൻ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റൗണ്ട് വരുത്തണം. അത് നമുക്ക് വരുത്താം. അതിന് മുമ്പ് ഇതൊന്ന് നമുക്ക് ഈ ലെയറുകൾ ഒന്ന് കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാം. ഈ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ റെക്റ്റാങ്കുലറിൽ നമുക്ക് എലിപ്സ് ടൂൾ വെച്ചിട്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 ടൂള് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നടുവത്തെ സെൻറ്ററത്തെ ടൂളിന് നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്കിലുള്ളൊരു സ്ട്രോക്ക് കൊടുക്കുക. അതിൻ്റെ സൈസ് നമുക്ക് 1.5 കൊടുത്തിട്ടുണ്ട്. ഈ വാസ് എന്നുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ മലപ്പുറം എന്നുള്ളത് ഇവിടെ ഇതിന് കറക്റ്റ് ആക്കിയിട്ട് പ്ലേസ് ചെയ്യാം. ക്ലബിൻ്റെ പേര് കൊടുക്കുക. ഇതിലേക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. 2 ലെയറും സെലക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. 4 ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വാസ് എന്നുള്ള 4 ലെയറും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ലെയറുകളും സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ താഴത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ ലെയർ ഇട്ടിട്ട് അവിടെ നമുക്ക് റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്ത് വേറൊരു ബോക്സ് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്ത് അതിലേക്ക് ബ്ലാക്ക് കളർ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളറായിട്ടാണ് ബ്ലാക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾട്ട് ഡിലീറ്റ് നോക്കിയിട്ട് അതിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്യാം. അതിൻ്റെ കൺട്രോൾ D നോക്കി അതിൻ്റെ സെലക്ഷൻ കളയാം. 60% ഒപ്പാസിറ്റി ആക്കി കൊടുക്കുക. then നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ റേസർ ടൂൾ വെച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. അതേപോലെ ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഇതിനോടൊപ്പം വരുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഒരു ഇത്ര മതി. ഇനി ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ നമുക്കൊന്നുകൂടി ഭംഗിയായിട്ട് കിട്ടും. അങ്ങനെ കളറുകൾ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവരാം.
ഞാനിപ്പോൾ ഒരു ഇമേജ് കൊണ്ടുവരികയാണെങ്കിൽ ഇത് നമുക്ക് ഫയലിൽ പോയിട്ട് പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് കൊണ്ടുവരാം, ആക്കിയിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഈ ലെയർ ഏറ്റവും താഴേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഏറ്റവും താഴേക്ക് ഈ ലെയർ പ്ലേസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു വൈറ്റ് കളറിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇവിടെ ഫുട്ബോൾ മത്സരമുള്ള ഈ ഡേറ്റ് ഉണ്ടല്ലോ, അതും വൈറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് കറക്റ്റാക്കി വെക്കുക. ദെൻ ഇനി നമുക്ക് ഉള്ള പരസ്യം തന്നിട്ടുള്ള ടീമിൻ്റെ പരസ്യം ഇതിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഏറ്റവും താഴെ അവരുടെ പരസ്യം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അലൈൻമെൻറ്റ് അതിനനുസരിച്ച് മുകളിലേക്കും താഴേക്കൊക്കെ മാറ്റിയിട്ട് കറക്റ്റാക്കി കൊടുക്കുക. ഈ ലെയറുകൾ ഇവിടെ വരുന്ന ഈ ലെയറുകളൊക്കെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ഒരു വാസാണ് കേട്ടുള്ളത്. ഇത്ര ലെയറുകൾ സെലക്ട് ചെയ്തിട്ട് ഇത് മുകളിലേക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയാം നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ അത് സെലക്ട് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാത്തതുകൊണ്ട്, ഇന്നത്തെ മത്സരം എന്നുള്ളത് ഇവിടെ കാണാത്തതുകൊണ്ട് നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രഷ് ടൂളിൽ നമുക്ക് എഡ്ജ് ക്ലിയർ അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഏറ്റവും താഴെ ഒരു ന്യൂ ലെയർ ഇടുക. അതായത് ഈ ലെയറിൻ്റെ മുകളിലായിരിക്കണം കേട്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുള്ള ഫോട്ടോൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ഇട്ടിട്ട് ബ്രഷിൻ്റെ സൈസ് വലുതാക്കുക. ദെൻ സൈഡിലൂടെ അങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ട് സൈഡും അങ്ങനെ വരും. ദെൻ ഇതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ ഒന്ന് കുറച്ചിട്ട് ഇട്ടായി കൊടുക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫുട്ബോളിൻ്റെ ഒരു പരസ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഓരോ മത്സരം വരുമ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നെക്സ്റ്റ് മത്സരമാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടും ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിടുക, ഏറ്റവും താഴേക്ക് കൊണ്ടുവന്നിടുക. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഡേറ്റ് ഇത് മാറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇമേജസ് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അതേപോലെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പോസ്റ്റർ ഫുട്ബോൾ മാച്ച് ഡേൻ്റെ ഈ പോസ്റ്റർ നമുക്ക് ഇറക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുള്ള ഇവിടെ ABC, അതേപോലെ ഇവിടെ വാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേപോലെ ഇവിടെ PM ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഏരിയൽ ഫോണ്ട് വെച്ചിട്ടാണ്. ഇംഗ്ലീഷിൽ ഏരിയൽ ഫോണ്ടാണ്. ഇനി ഇവിടെ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കാർഡ് ഫോണ്ടാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആപ്പിൾ കാർഡ് ഫോണ്ട്സാണ്. ആപ്പിൾ കാർഡ് ഫോണ്ടിൽ അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഉണ്ട്, അതാണ് ഇവിടെ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സംഘടിപ്പിക്കുന്ന എന്നുള്ളത് ആഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് ഉണ്ട്, അതാണ് ഇവിടെയും അതേപോലെ പേരിനും യൂസ് ചെയ്തിട്ടുള്ളത്. ആഷ്യ 2 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൾ കാർഡ് ഫോണ്ടാണ്. പിന്നെ അഞ്ചാമത് സെവൻസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കാർഡ് അമീർ എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഉണ്ട്. ആപ്പിൾ കാർഡ് അമീർ എന്ന് പറയുന്ന ഫോണ്ടാണ് ഇവിടെ അഞ്ചാമത് സെവൻസിനും കിക്ക് ഓഫ് എന്ന് പറയുന്നതിനും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ മത്സരം എന്ന് പറയുന്ന യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കാർഡ് അനസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഉണ്ട്, അതാണ്. അതേപോലെ ഇവിടെ ഡേറ്റിന് യൂസ് ചെയ്തിട്ടുള്ളത് അസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഉണ്ട്. ആപ്പിൾ കാർഡ് അസീൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ, സെമി ഫൈനൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കാർഡ് തന്നെ അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടീമിൻ്റെ സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ടല്ലോ, ആ പേരും യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കാർഡ് അമീർ ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫോണ്ടുകൾ ഇങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണ്ടുകളൊക്കെ നമ്മൾ മുമ്പ് 750 മലയാളം ഫോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.